കൃഷ്ണനും ജോൺസണും ജോയിയും എല്ലാവരും വന്ന് ഓരോ വെള്ളിയാഴ്ചയും കരാളിമുക്ക് പള്ളിയുടെയും അതുപോലെ ലോകത്തുള്ള എല്ലാ മുസ്ലിം പള്ളികളുടെ ഇടയിൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെങ്കിൽ ആര് കൊടുക്കണം? നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാർ കൊടുത്തേ പറ്റുമോ എന്നുള്ളതും മറ്റൊരു സമുദായത്തിലെ ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവരുടെ ആരാധനാലയങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കിക്കോ. ചിലപ്പോൾ 1 രൂപക്കാണ് കൊടുത്താൽ, പക്ഷെ ഇതേപോലെ കയ്യടിനെ സഹായിക്കുന്ന ഒരു സമുദായം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം മാത്രമാണ്. കാരണം ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ ഇത്തരത്തിലുള്ള സംസ്കാരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസും നമ്മോട് പഠിപ്പിച്ചത് ആ ഒരു പ്രേരണയാണ്. കാരണം ധർമ്മം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വൃക്ഷങ്ങളുടെ ഒരു വൃക്ഷമാണ്, ധാരാളം സ്വർഗത്തിലെ വൃക്ഷങ്ങളുണ്ട്. ആ സ്വർഗത്തിലെ വൃക്ഷത്തിലെ ഒരു വൃക്ഷമാണ് ധർമ്മം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഭൂമിയിലേക്ക് നീണ്ടു കിടക്കുകയാണ്. ആരൊരുവൻ ആ കൊമ്പിൽ ധർമ്മമാകുന്ന സ്വർഗത്തിന്റെ കൊമ്പിൽ പിടിച്ചോ, ആ കൊമ്പുമായിട്ട് അല്ലെങ്കിൽ ആ ശിഖരവുമായിട്ട് ആ വൃക്ഷം അവരെ സ്വർഗത്തിലെത്തിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതേപോലെ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞു, പിന്നെ ലുദ്ദ് എന്ന് പറയുന്നത് നരകത്തിന്റെ വൃക്ഷങ്ങളുടെ ശിഖരത്തിൽപ്പെട്ട ഒരു ശിഖരമാണ്. അതിന്റെ ശിഖരം ദുനിയാവിലേക്ക് താഴ്ന്നു കിടക്കുന്നുണ്ട്. ആരൊരുവൻ ലുദ്ദ് എന്ന ആ വൃക്ഷത്തിന്റെ ശിഖരത്തിൽ പിടിച്ചോ, ആ ലുദ്ദ് അവനെ കൊണ്ട് നരകത്തിലേക്ക് പോകുമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒന്നും കൊടുക്കാനില്ല, പക്ഷെ നമ്മുടെ മനസ്സറിഞ്ഞ ഒരു നല്ലൊരു വാക്കെങ്കിലും പറയാൻ കഴിയുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയൊരു സംസ്കാരമാണ്. അപ്പൊ അഫ്ളൽ സ്വതക്കത്തുമാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. സ്വതക്ക ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക അത് റമദാനിൽ നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നോമ്പിന്റെ 7ാമത്തെ പ്രധാനപ്പെട്ട സുന്നത്ത് സ്വതക്കയെ വർദ്ധിപ്പിക്കലാണ്. കഴിയുന്ന തരത്തിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും കാണുന്നുണ്ട്. ഓരോ വർഷത്തിലും ആൾക്കാർ വരുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ കൊടുത്തിട്ട് പോകും. നല്ലൊരു കാര്യമാണ്. നമ്മളെ കൊണ്ട് ഒക്കുന്ന തരത്തിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സ്വതക്ക ചെയ്താൽ നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് അല്ലാഹു കാരണമായി ബറക്കത്ത് നൽകുകയും ആപത്തുകൾ ഇടങ്ങിയുള്ള അല്ലാഹു എന്തെങ്കിലും ബലാകളെ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സ്വതക്ക ചെയ്യുന്നതിന്റെ കാരണമായിട്ട് അല്ലാഹു തആല അത് തട്ടി മാറ്റുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. നാം ഒരാൾക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിയത്തോട് കൂടി കൊടുക്കുക. അല്ലാഹു ഈ കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് എങ്ങനെ വേണോ കരുതാം. ഒന്നുകിൽ നമ്മുടെ ഇതിന്റെ സവാബ് നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി അറിയിച്ചിരിക്കുക, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ആപത്തുകൾ ഇടങ്ങിയലുകൾ മുസീബത്തുകൾ മാറാൻ അല്ലാഹു ഇതിന് കാരണമാക്കണേ. അങ്ങനെ നല്ല നല്ല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിൽ വരും. 10 രൂപ കൊടുക്കാനേ കഴിഞ്ഞോളൊക്കെ നമുക്ക് 1000 നന്മകളും നിയത്തുകളും ഒക്കെ അതിലൂടെ പിന്നെ ഹൃദയത്തിൽ വയ്ക്കും. അത്തരത്തിൽ അല്ലാഹു തആല നന്മയിൽ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി